എന്തുവാണ് ഈ ഒഴിഞ്ഞ വഴിയില്? സാറ് കുടിച്ചിട്ടുണ്ടോ? നന്ദിനി താ വന്ന് വണ്ടി കയറുപ്പാ. സാറ് കുടിച്ചിട്ടുണ്ടോ? നന്ദിനി എടോ നമുക്ക് സംസാരിക്കാം. താ വാ വന്ന് വണ്ടി കയറ്. ഞാൻ ചോദിച്ചത് സാറ് കുടിച്ചിട്ടുണ്ടോന്നാ. ആ അത് പിന്നെ നന്ദിനി എടോ ഞാൻ അപമാനിക്കപ്പെട്ട് താൻ കണ്ടതല്ലേ? സാറ് കുടിച്ചിട്ടുണ്ടോ? നന്ദിനി എന്നെ അവൻ ചീറ്റ് ചെയ്ത താൻ കണ്ടതല്ലേ? എല്ലാരും കൂടി അപമാനിക്കുന്നതും താൻ കണ്ടതല്ലേ? ഞാനതല്ല ചോദിച്ചത്, സാറ് കുടിച്ചിട്ടുണ്ടോന്നാ. കുടിച്ചു, ഞാൻ കുടിച്ചു. അങ്ങനെ കുടിച്ചില്ലായിരുന്നെങ്കിൽ, എന്റെ ദേഷ്യം അങ്ങനെ അടക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവനെ കൊല്ലുമായിരുന്നു. കൊല്ലായിരുന്നില്ലേ? കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവൻ ചെയ്തല്ലോ. സാരി ഉടുപ്പിച്ചല്ലോ. അതിന്റെ ഒരു തല കഴുത്തിൽ കുലുക്കി അങ്ങ് കൊല്ലായിരുന്നില്ലേ? നന്ദിനി താനെന്താ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നേ? ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേന്നല്ലേ? ഈ മദ്യപാനം സാറിന്റെ ജീവിതത്തിൽ ഒരു നാശമാണെന്ന് മനസ്സിലാക്കി എത്ര രാവുകൾ, എത്ര പകലുകൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ കാവലിരുന്നിട്ടുണ്ട്. എന്തൊക്കെ സഹിച്ചിട്ടുണ്ട് സർ. എന്നിട്ട് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഒരു ദിവസം പോയി കുടിച്ചിരിക്കുന്നു. അത്ര ആളുകൾ കൂടി നിൽക്കുന്ന ടെക്സ്റ്റൈൽസിൽ കിടന്ന് അഴിഞ്ഞാടി. നന്ദിനി ഞാൻ മദ്യപിച്ചതിന് തനിക്ക് കുറ്റം പറയാം. പക്ഷേ ഞാൻ ചെയ്ത വേറൊരു കാര്യത്തിനും തനിക്ക് എന്നെ കുറ്റം പറയാനാവില്ല. ടെക്സ്റ്റൈൽസിൽ നടന്ന കാര്യങ്ങൾക്കൊക്കെ ഞാനാണ് ഉത്തരവാദി. എടോ തന്നെ അവര് വില കുറച്ച് കണ്ടതിന്. എന്നെ അവര് വില കുറച്ച് കാണുന്നതിനുള്ള കാരണം എന്താ? സാർ എന്ത് വിലയാ എനിക്ക് തന്നിട്ടുള്ളത്? എന്നോട് പറഞ്ഞ ഏത് വാക്കാ പാലിച്ചിട്ടുള്ളത്? നന്ദിനി പ്ലീസ്, ഞാൻ തന്റെ കാല് പിടിക്കാം. എടോ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ രഞ്ജിത്തുണ്ടല്ലോ. വേണ്ട സർ. രഞ്ജിത്ത് സാറ് സാറിനെക്കാളും നല്ലവനാ. എല്ലാവരും കൂടി ഡ്രസ് എടുക്കാൻ പോകുന്നു പറഞ്ഞില്ലേ? സാർ എന്നെ കൂട്ടിക്കൊണ്ടുപോയോ? പോയോന്ന്? അവരെല്ലാരും കൂടി ഒന്നിച്ച് പുറപ്പെടാൻ തയ്യാറായപ്പോ രഞ്ജിത്ത് സാറാ നന്ദിനിയും കൂടി വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയത്. പിന്നെ ആ മനുഷ്യന്റെ മാന്യതയെ കുറിച്ച് എനിക്ക് എന്താ സംശയം? സാറിനെ കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നതെന്നറിയോ? സാറിനെ ഓർത്ത് എത്ര അഭിമാനിക്കുന്നുണ്ടെന്നറിയോ? പക്ഷെ അതൊക്കെ കളഞ്ഞു കുളിക്കാൻ അല്പം പോലും സമയം സാറിന് വേണ്ടി വന്നില്ല. നന്ദിനി ശരിക്കും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആയിപ്പോയി. എടോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു കളിയ, അതിനകത്ത് തോൽവിയും ജയവും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സാറിന് എങ്ങനെയാ സാർ വിശ്വസിക്കുക? എടോ മറ്റാരെന്നെ തള്ളി പറഞ്ഞാലും താൻ ഇങ്ങനെ. വേണ്ട സാർ, എനിക്ക് ഒരു പ്രത്യേകതയും തരണ്ട. സാറിനത് രസം. കള്ളുടിക്കാം, സാറിനെ പേടിച്ച് എല്ലാരും ഒതുങ്ങി നിൽക്കുന്നത് കാണുമ്പോ ആഹ്ലാദിക്കാം. പക്ഷെ എനിക്കത് പറ്റില്ല സാർ. സാറ് ചെയ്യുന്ന ഓരോ വൃത്തികേടിനും നാണം കെട്ട് കുനിയുന്നത് എന്റെ തലയാ. സാരില്ല, എനിക്ക് അത്രയല്ലേ വിധിച്ചിട്ടുള്ളൂ അല്ലേ? നന്ദിനി പ്ലീസ് പ്ലീസ് നന്ദിനി, ഐ ആം സോറി. എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചു കഴിഞ്ഞു. പോവാമോ നമുക്ക്? ഇല്ല, ഇതൊന്നും പറഞ്ഞു തീർക്കാതെ ഞാൻ ഇവിടുന്ന് വിടില്ല. എനിക്ക് പോണം. കൊണ്ടുപോയി വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. എടോ താൻ. എനിക്ക് പോണം സർ. നന്ദിനി
ഇവിടെയുള്ളവർക്ക് വെല്ലുവിളിയായി നീ ഈ ചുമരി തൂങ്ങാൻ തുടങ്ങിയിട്ട് കുറെയായി.